ഫക്രുദ്ദീൻ, ഈ കേരളത്തിലെ BJPയെ ഏവർക്കും വലിയ ആകാംക്ഷയാണ്. എന്തായിരിക്കും കേരളത്തിൽ BJPയുടെ ഭാവി? ഏത് തരത്തിൽ മറ്റു മുന്നണികളെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് വകയുണ്ടോ? കാരണം BJP വളരെ നിർണായക ശക്തിയായിട്ട് മാറുകയല്ലേ. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് BJPയിലെ നേതൃമാറ്റത്തെ പറ്റി ഇത്രമാത്രം ചർച്ചകൾ നടക്കുന്നില്ല, ഇത്രമാത്രം കൗതുകത്തോടുകൂടി ആളുകൾ നോക്കിക്കാണുന്നു എന്നുള്ളത് ഇതിൽ മെയിൻ ക്വസ്റ്റ്യൻ. അതിന് രണ്ട് കാരണങ്ങൾ. ഒന്ന് അവരുടെ ഇൻറ്റേർണലാണ്, വേറൊന്ന് എക്സ്റ്റേണലുമാണ്. ഇൻറ്റേർണൽ, അതായത് അവരുടെ ഉള്ളിലുള്ള കാരണം എന്ന് വെച്ചാൽ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാവുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. എല്ലാവർക്കും സംസ്ഥാന പ്രസിഡന്റ് ആവണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ ഇപ്പോൾ മുൻനിരയിൽ നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ എപ്പോഴും മുൻനിരയിൽ ഒരു അവസാനം എവിടെയും കാണില്ല. അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പിന്നെ മുരളീധരൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഈ രണ്ടുപേരും BJP മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള കാൻഡിഡേറ്റ്സ് ആണ്. വേറെ നമ്മൾ ഗോപാലകൃഷ്ണൻ ചിലപ്പം ഒരു ബ്ലാക്ക് വോയിസായി വരാം. ഗോപാലകൃഷ്ണൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണന് വേണ്ടി യാതൊരു ആരോപണങ്ങളുമില്ല. രണ്ടാമത്തെ കാര്യം, ഗോപാലകൃഷ്ണൻ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലിയാണ്. എല്ലാവരെയും RSS ബേസിക്കലി ഹാർഡ് കോർ RSS ആണ്. എന്നാൽ എല്ലാവരോടും വളരെ പോസിറ്റീവ് സെൻസിലുള്ള ഒരു ഹിന്ദുത്വവാദിയാണ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധം. അതേസമയത്ത് അടിസ്ഥാന നിലപാടുകളിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഗോപാലകൃഷ്ണനുണ്ട്. രമേശിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, കൃഷ്ണദാസിൻ്റെ. അപ്പം ഇതൊന്നും അല്ലാതെ വേറെ ആരെങ്കിലും വരുമെന്ന് പറയുന്നേക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പം അവരുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻ ഒരു ഘടകമാണ്. രണ്ട്, സുരേന്ദ്രൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട്. സുരേന്ദ്രനെ പറ്റി ആളുകൾ പലതും പറയും. പല BJP അനുഭാവികൾ വരെ സുരേന്ദ്രൻ എതിരാണ്, അത് നമുക്ക് അറിയാം. പക്ഷേ സുരേന്ദ്രൻ ഈ പോയിന്റ് ഓഫ് ടൈമിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് വോട്ട് വർധനമുണ്ടായി, 20% കടന്നു, സുരേഷ് ഗോപി ജയിക്കുന്നു. അത് സുരേന്ദ്രന് പങ്കുണ്ടോ ഇല്ലെന്നുണ്ടാ, ഇറ്റ് ഹാപ്പൻ അണ്ടർ സുരേന്ദ്രൻസ് ലീഡർഷിപ്പ്. അതാണ് അത് അപ്പോൾ സുരേന്ദ്രൻ അത്ര എളുപ്പം ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ പാലക്കാട് ഇലക്ഷന് തോൽവി സംഭവിച്ചു. അതൊക്കെ ഇവരുടെ ഇൻറ്റേർണൽ വിഷയങ്ങളുമാണ്. കേരള BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. എനിക്ക് ആരോ ഒന്ന് മെസ്സേജ് അയച്ചു തന്നു, സുരേന്ദ്രനെ മാറ്റണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇവിടെയുള്ള BJP വിരുദ്ധരായ ആളുകളാണ്. കമ്മ്യൂണിസ്റ്റുകാർ, സുഡാപ്പികൾ, SDPIക്കാരൊക്കെയാണ്. അപ്പോൾ സുരേന്ദ്രൻ ഭാഗത്തല്ലേ ശരി. അതുകൊണ്ടല്ല നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശത്രുക്കൾ സുരേന്ദ്രൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നു. രസകരമായൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്. ഈ BJP ഒരിക്കലും ഇവിടെ നന്നാവില്ലെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സുരേന്ദ്രൻ മാറണം എന്ന് ഭയങ്കരമായിട്ട് അവരുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമുക്ക് അത്തരം വീക്ഷണങ്ങൾ കാണാൻ പറ്റും. എന്നാൽ BJPയുടെ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും സുരേന്ദ്രൻ മാറണമെന്ന് അടക്കം പറയും. അതുകൊണ്ട് സുരേന്ദ്രൻ നമുക്ക് പിടികിട്ടാത്തൊരു, എനിക്ക് സത്യത്തിൽ സുരേന്ദ്രൻ പിടികിട്ടുന്നേയില്ല. കാരണം ഒരേപോലെ BJPയുടെ ശത്രുക്കളും മിത്രങ്ങളും സുരേന്ദ്രനെതിരെ സംസാരിക്കും. എന്നുള്ളത് രസകരമായിട്ടൊരു കാര്യമാണ്. പക്ഷെ അത്ര എളുപ്പം ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല സുരേന്ദ്രനെ. എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ കാര്യം ഒരു വലിയ മൗത്ത് സംസാരിക്കുന്ന ആളുകളാണ്. വലിയ മൗത്ത് സംസാരിച്ച് ഒരുപാട് പ്രതീക്ഷ കൊടുക്കുമ്പോൾ ആ പ്രതീക്ഷകൾക്കൊത്ത് വന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. രാജീവ് സാധ്യതയുണ്ട് BJPയിൽ. പക്ഷേ രാജീവ് ഇവിടുത്തെ RSS സഹകരിക്കുന്ന എനിക്കറിയില്ല. രാജീവിന് ഇവിടുത്തെ RSS വലിയ താല്പര്യമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല ഇവിടെ ജയിച്ചുകൊണ്ടതായിരുന്നു. പിന്നെ രാജീവ് മത്സരം ജയിച്ചതിന് ശേഷം ഉടനെ കണ്ടിട്ടില്ലല്ലോ, അത് തോറ്റതിന് ശേഷം. അല്ല, ഇടയ്ക്ക് ഉണ്ടായിരുന്നു മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു, കാണുന്നില്ല. ഇനി അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനുള്ള നീക്കമൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ രാജീവിനെയും ബാലശങ്കറിനെയും കൊണ്ടുവന്നാലൊന്നും ഇവിടുത്തെ BJPക്കാർ അംഗീകരിക്കുക. സുരേഷ് ഗോപിനെ അംഗീകരിക്കും. പക്ഷേ സുരേഷ് ഗോപി പറയുന്നതിനായി ചില പ്രോബ്ലം ഉണ്ട്. മുമ്പ് ഭയങ്കര വിനയാന്യതരം കാണും, പക്ഷേ ചില സമയത്ത് ഭയങ്കര രാജ്ഞാപിച്ച് കളയും. ഈ മലയാളി എന്ന് ബേസിക്കലി നിഷേധി സ്വഭാവമുള്ള ആളുകളാണ്. അവർക്കതങ്ങ് പിടിക്കില്ല. സുരേഷ് ഗോപി ഇപ്പോൾ അഡീഷണൽ പഠനം കൂടി സുരേഷ് ഗോപി എടുത്ത് വെക്കില്ല. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ രാജീവ് ചിലപ്പോൾ വരാം. പക്ഷേ ഇവിടെ BJP RSS അംഗീകരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ BJP RSS അവരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളെ അംഗീകരിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ രാജീവ് ഇവിടെ നിന്ന് കളിക്കാം, തിരുവനന്തപുരം നിന്ന് കളിക്കണം. അത് രാജീവ് ഇവിടെ ചെയ്യുന്നില്ലല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് കളിക്കുന്നില്ലല്ലോ രാജീവ് ബാംഗ്ലൂരല്ലേ. ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കുമ്മനം ഫുൾ ടൈം ഇവിടെ ഉള്ള ആളാണ്. അതാണ് കുമ്മനത്തിനെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പിള്ളേനെ ഒന്ന് ഇറക്കിയാൽ ആളുകൾക്ക് അതിൽ ഒരു എതിർപ്പുണ്ടാവില്ല. അങ്ങനെ അവരുടെ ഇടയിൽ നിന്ന് വന്ന് അവരുടെ ഇടയിലുള്ള ആളാണ്. അങ്ങനെ പ്രശ്നം.
പിന്നെ പുറത്തുള്ളൊരു ബി ജെ പിയുടെ ലീഡർഷിപ്പ് ചേഞ്ചിനെ പറ്റി ഇത്രമാത്രം ആങ്സൈറ്റി ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ബി ജെ പി ലീഡർഷിപ്പ് വളരെ നിർണായകമാണ്. 20% ഒരു വോട്ട് ത്രഷോൾഡാണ്. ഈ ത്രഷോൾഡിൽ നിന്ന് ബി ജെ പിക്ക് വളരെ എളുപ്പം മുന്നോട്ട് പോകാൻ പറ്റും. അത് കുറച്ച് വോട്ട് കൂടി പിടിച്ചു കഴിഞ്ഞാൽ 25%, ഒരു 30% വോട്ട് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ബി ജെ പി പല സ്ഥലത്തും നിർണായകമാണ്. അതിനുള്ളൊരു ആംബിയൻസ് എസ്പെഷ്യലി സുഖയും ക്രിസ്ത്യാനികൾക്ക് ബി ജെ പിയോട് നല്ല താല്പര്യമുണ്ട്. ഒരു ആംബിയൻസ് ഇപ്പം ശരിയായി വരുന്നുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റി ബി ജെ പിയുടെ താല്പര്യം വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അടുത്ത് വരാൻ പോകുന്ന ലീഡർഷിപ്പിനെ ആശ്രയിച്ചിരിക്കും. അപ്പം ഈ ലീഡർഷിപ്പ് കൊള്ളാവുന്ന ഒരാളാണ് വന്നതെങ്കിൽ, പണി അറിയാവുന്ന ഒരാളാണ് വന്നതെങ്കിൽ ബി ജെ പി കേരളത്തിൽ വളരും. ബി ജെ പി കേരളത്തിൽ ഇനി അങ്ങനെ അല്ലാത്ത ഒരാളാണ് വന്നതെങ്കിൽ, എന്നുവെച്ചാൽ വർത്തമാനം മാത്രമേ ഉള്ളൂ, ഡെലിവറി ചെയ്യാത്ത ഒരാളാണ് വന്നത്, ബി ജെ പി കേരളത്തിൽ പിന്നോട്ട് പോകും. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് വർഗീയത പറഞ്ഞുകൊണ്ടൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ മുരളീധരൻ അങ്ങനെ ഹാർഡ് കോർ വർഗീയത കേട്ടിട്ടുണ്ടോ? മുരളീധരൻ പറഞ്ഞില്ല. ഈ കുമ്മനം പോലും ചില നിലക്കൽ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടപെട്ടു എന്നല്ലാതെ കുമ്മനൊന്നും അങ്ങനെ ഒരു ഹാർഡ് കോർ വർഗീയത ഒന്നും ഞാൻ കേട്ടിട്ടില്ല. മുസ്ലിങ്ങൾ ഇവിടുന്ന് ഓടിച്ചോടിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അടിച്ചോടിക്കണം, അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് മാറ്റണം, അന്ന് കുമ്മൻ അങ്ങനെ ഓപ്പണായി പോകുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മുരളീധരനും കേട്ടില്ല. എന്നാൽ സുരേന്ദ്രൻ പറയും, ശോഭാ സുരേന്ദ്രൻ ചിലപ്പം പറയും. അതൊക്കെ നെഗറ്റീവാണ്. കേരളം അങ്ങനെ ഒരു ഹിന്ദുസിൻ്റെ ഇടയിൽ പോലും വളരെ സെക്കുലർ മൈൻഡായിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. അപ്പം ബുദ്ധിപരമായിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇടപെടാൻ പറ്റുന്ന ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞാൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും ഭീഷണിയാവും. അതുകൊണ്ടാണ് ഈ ക്യൂരിയോസിറ്റി, അടുത്ത ലീഡർ ആരാണ് എന്നുള്ളത്. അപ്പം പിന്നെ രണ്ടാമത് കേരളത്തിലെ ചാർജ് ആർക്കാണെന്നുള്ളതാണ്. ചിലത് ഇപ്പോഴും ജാവ്ദേക്കർ എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അത് ആവശ്യമില്ലാതെ ഇടപെടില്ല, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അഗ്രസീവായിട്ടുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ ചിലപ്പം അതെങ്ങനെയാണെന്ന് ഇപ്പം ഇപ്പോൾ ഇയാളുണ്ടല്ലോ, മറ്റേ ആന്ധ്രക്കാരൻ നേതാവുണ്ടായിരുന്നല്ലോ, ഇവരെ കാശ്മീരിൻ്റെ ചാർജുണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി. അപ്പോൾ അങ്ങേരെ പോലുള്ള ലീഡറാണ് വരുന്നതെങ്കിൽ കുറച്ച് അഗ്രസീവായിരിക്കും. അഗ്രസീവ് ആകുമ്പോൾ മറ്റു സമുദായങ്ങളായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് പ്രധാനമാണ്. ഇപ്പം ജാവ്ദേക്കർ എന്ന് വളരെ ഓപ്പൺ ലിബറൽ ആയിട്ടുള്ള ഒരാളാണ് ബി ജെ പിയിൽ. മറ്റേ അയാളുടെ പേര് ആന്ധ്രക്കാരുണ്ട്, കുറച്ച് ഡാർക്കിഷ് ആയിട്ടുള്ള, കാശ്മീരിൻ്റെ ഒക്കെ ചാർജ് ആക്കാൻ ഇവിടെ ഇടയ്ക്കിടെ കേരളം വരുന്ന ആളാണ്. പിന്നെ വേറൊന്ന് ഓവറോൾ കേരളത്തിൻ്റെ ചാർജുള്ള സന്തോഷനാണ്, ബി എൽ സന്തോഷ്. അതെ, ബി എൽ സന്തോഷ് പറയുമ്പോൾ ഈ അങ്ങേരും ഈ പറയുന്നത് പോലെ ഏത് രീതി അഗ്രസീവാണ്, പക്ഷെ അതേസമയം തന്നെ കുറച്ചും കൂടി ആളുകൾ ഇൻക്ലൂസീവാന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മൂപ്പര് വന്നതിന് ശേഷം കുറച്ച് ഈ തീവ്രത തോന്നിയിട്ടുണ്ട്, ഈ വർഗീയത പറയുന്നതിൽ തീവ്രത തോന്നിയിട്ടുണ്ട്. ബി എൽ സന്തോഷം മുകളിൽ ഇവരുടെ ഗുഡ് ലിസ്റ്റിലാണോ അല്ലേ എന്നുള്ള സംശയം ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ ഹരിയാനയിലാണ് മൂപ്പര് കളിച്ച് കുളമാക്കിയത്. അപ്പോൾ ഹരിയാന പാർട്ടി തിരിച്ച് അധികാരം നിലനിർത്തിയതുകൊണ്ട് അത് ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവാം. ഏതായാലും ബി ജെ പിക്ക് വരാൻ പോകുന്ന ലീഡർഷിപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ബി ജെ പിക്ക് ഇനി മുന്നോട്ടും പോകാം. പക്ഷേ ബി ജെ പിയിലെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും ആഗ്രഹിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ള തരത്തിലാണ്. സുരേന്ദ്രൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ ഭയങ്കര അഗ്രസീവായിരുന്നല്ലോ. സുരേന്ദ്രൻ അപ്പുറമല്ലേ ശോഭാ സുരേന്ദ്രൻ്റെ? അതാണ്. പക്ഷേ നമ്മളിതിപ്പം ടി വി ചാനലിലെ ഡിബേറ്റോ സംസാരം കൊണ്ടല്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നേതാവിൻ്റെ ക്രെഡിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുരളീധരനൊക്കെ അവിടെയാണ് സക്സസ്ഫുൾ ആയത്. കുമ്മനത്തിന് പക്ഷേ അത്രത്തോളം സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. കാരണം കുമ്മനം RSSൻ്റെ സെറ്റപ്പ് അല്ല ബി ജെ പിയുടെ സെറ്റപ്പ്. RSS എന്നൊരു എക്സ്ക്ലൂസീവ് ഓർഗനൈസേഷനാണ്. ഈ ബി ജെ പി അതല്ല. ബി ജെ പി കുറച്ചൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. അപ്പം RSS കൊണ്ടു നടക്കുന്നവരെ ബി ജെ പി കൊണ്ടു നടക്കാൻ പറ്റില്ല. അത് മുരളീധരൻ പറയും. മുരളീധരൻ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഭയങ്കര വിദഗ്ധനാണ്. അയാൾ സൈലൻ്റ് കില്ലറാണ്. ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. മുരളീധരൻ എപ്പോഴും ചൂടായി കണ്ടിട്ടുണ്ടോ? വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ കൃത്യമായി മുരളീധരൻ പണിയെടുക്കാനാണ്. ഇപ്പോൾ BDJS ഉണ്ടാക്കുന്നതിന് മുരളീധരന് വലിയൊരു പങ്കുണ്ട്. അങ്ങനെ മുരളീധരൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെയുള്ളൊരു ലീഡർ വരണം. എനിക്ക് ഗോപാലകൃഷ്ണൻ കൊള്ളാൻ തോന്നുന്നു. ഗോപാലകൃഷ്ണൻ കൊള്ളാം. ശോഭ മോശമല്ല. ശോഭ ഈ പറയുന്ന ഹൈപ്പ് ഉണ്ടാക്കും. പക്ഷേ ആ ഹൈപ്പ് നിലനിർത്താൻ ശോഭയ്ക്ക് പറ്റണം. ഹൈപ്പ് നിലനിർത്താൻ പറ്റിയില്ല. ഇപ്പോൾ പൊട്ടിപ്പോയി വലിയ ഇപ്പോൾ കണ്ടില്ല, ചില സിനിമാ നടന്മാരുടെ മക്കളൊക്കെ വലിയ ഹൈപ്പിൽ വരും. പക്ഷേ അവർക്ക് ആ ഹൈപ്പ് നിലനിർത്താൻ പറ്റിയില്ലേ പോകും. ഇപ്പോൾ ടോവിനോനൊക്കെ പോലെ ഉണ്ണി മുതലെ പോലുള്ള ആളുകളുണ്ട്. അവർക്കൊരു സിനിമാ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അവർ പതുക്കെ വരും. പതുക്കെ വന്നിട്ട് അവരെ ഹൈപ്പ് പതുക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരും. ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ സിനിമയിൽ വരുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഗോപാലകൃഷ്ണൻ വരുന്ന സമയത്താണ് ടോവിനോ വരുന്ന പോലെയൊക്കെ. അതാണ് അതിൻ്റെ വ്യത്യാസം.
ഇപ്പം എനിക്കത് ഗോപാലകൃഷ്ണനാണ് കൂടുതൽ പ്രശ്നം. അതിന് ഗോപാലകൃഷ്ണൻ കാഞ്ഞ ബുദ്ധിയാണ്. മാത്രമല്ല ഈ ആവശ്യമില്ലാത്ത ഡയലോഗിനൊന്നും പോവുകയില്ല. ശോഭ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആരെ ഇട്ട് കൊടുത്താലേക്ക് ഇത് പിടിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും BJPയിലെ ഒരു ലീഡർഷിപ്പിന് അടുത്ത ആര് വരുന്ന വളരെ നിർണായകമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.